ചുവന്ന പരവതാനി വിരിച്ച നിലം, വായുവിൽ സിഗരറ്റ് പുകയും പോൾ അൻകായുടെ പട്ടുപോലെ മിനുത്ത ശബ്ദവും ഒഴുകി നടക്കുന്നു. വാതിൽ തുറക്കുമ്പോൾ ഇറുകി കിടക്കുന്ന കടും ചുവപ്പ് നിറത്തിലുള്ള സ്പോർട്സ് ഷർട്ടിട്ട യുവാവിൻ്റെ മുഖത്ത് അവിശ്വാസവും അത്ഭുതവും പൊട്ടിവിടരുന്നു. ഓ മൈ ഗോഡ്! എന്തേ? ഞാൻ വരില്ലെന്ന് കരുതി. ചൂരൽക്കൊട്ടയുടെ മാതൃകയിൽ വൃത്താകൃതിയിൽ പണിത ഇരുമ്പ് കസേര നീക്കിയിട്ട് ക്ഷണിക്കുന്നു. ഇരിക്കൂ. അവളുടെ കണ്ണുകൾ മുറിയിലാകെ സഞ്ചരിക്കുകയാണ്. പരവതാനിയിൽ റെക്കോർഡുകൾ ചിതറിക്കിടക്കുന്നു. മേശപ്പുറത്ത് പുസ്തകങ്ങളുടെ കൂമ്പാരം. സ്റ്റാൻഡിൽ ലെതർ കേസിൽ പൊതിഞ്ഞ ക്യാമറ. ഗായകൻ ഗാനം ഉപസംഹരിക്കുകയാണ്. പുട്ട് യുവർ ഹെഡ് ഓൺ മൈ ഷോൾഡേഴ്സ്. എൻ്റെ ചുമലിൽ നിന്റെ ശിരസ് ചായ്ക്കൂ. നിന്റെ ചുണ്ടുകൾ എൻ്റെ ചുണ്ടുകളോടൊന്ന് അണയ്ക്കൂ. തടാകത്തിലെ കളിവെള്ളത്തിലും പൈൻ മരങ്ങളുടെ തണലുകളിലും പ്രേമത്തിൻ്റെ നടപ്പാതയിലും മണിക്കൂറുകൾ സംസാരിച്ചതാണ്. വാക്കുകൾ കൊണ്ട് പൂമാലകൾ കോർക്കുന്ന അയാൾ നിശബ്ദനായിരുന്നു. അവൾക്കൊന്നും പറയാനില്ല. തൊണ്ടയിൽ കനമുള്ള എന്തോ വസ്തു കുടുങ്ങിക്കിടക്കുന്നു. റെക്കോർഡ് പ്ലെയറിൻ്റെ സൂചി കരകര ശബ്ദത്തോടെ ചലനം നിർത്തിയപ്പോൾ മുറിയിലെ നിശബ്ദത വിങ്ങിപ്പൊട്ടുന്നു. അസഹ്യമായ നിശബ്ദത. പ്രയാസപ്പെട്ട് അയാൾ എന്തോ പറയുന്നു. അർത്ഥശൂന്യമായ വാക്കുകൾ, ധാരാളം അർത്ഥം തോന്നുന്ന ശബ്ദങ്ങൾ. ശബ്ദം പരുപരുത്തതാണ്. അവൾ പ്രയാസപ്പെട്ട് ചിരിച്ചു. ആ ചിരി സ്വന്തമല്ല. അയാൾ മുന്നിൽ നിന്ന് കൈനീട്ടി വിരലുകൾ പിടിച്ചുയർത്തിയപ്പോൾ ശിരസിലേക്ക് രക്തം പതച്ചു കയറുന്നു. വിറകൊള്ളുന്ന കാൽവിരൽ തുമ്പുകളിൽ നിന്ന് അവ്യക്തമായ വേദനയുടെ പ്രവാഹങ്ങൾ എണ്ണമറ്റ കൈവഴികളിലൂടെ പടർന്നു കയറുന്നു. വാക്കുകൾ, ശബ്ദങ്ങൾ വളരെ അകലെയാണ്. വരൂ. അടഞ്ഞ ജാലകത്തിലൂടെ അകത്ത് ഒളിച്ചു കിടക്കുന്ന വെളിച്ചത്തിൽ കണ്ണടച്ചു കിടന്നപ്പോൾ വിദഗ്ധമായ വിരലുകൾ ശരീരത്തിൽ സഞ്ചരിച്ചപ്പോൾ വട്ടം വീശി വിടരുന്ന ഓളങ്ങളുടെ മധ്യത്തിൽ താണുപോയ കല്ലിൻ്റെ അവ്യക്ത സ്ഥാനം പോലെ ഒരു ഓർമ്മ മാത്രമുണ്ട്. ഇത് സംഭവിക്കുമെന്ന് കരുതിയതാണ്. അരുത്, എനിക്ക് വയ്യ. സ്വരം ദുർബലമായിരുന്നു. സാരമില്ല. കൺപോളകൾ തുറക്കാൻ ശ്രമിച്ചപ്പോൾ പ്രകാശമുള്ള ആ നീലക്കണ്ണുകൾ എണ്ണമിനിപ്പ് ഇറങ്ങി വന്ന് മങ്ങിപ്പോയതുപോലെ ഒരു നിമിഷത്തിൽ തോന്നി. വേദന കൊണ്ട് പുളഞ്ഞപ്പോൾ ഉയരുകയും താഴുകയും ചെയ്യുന്ന കഴുത്തിൽ കൈകൾ ചുറ്റി ചുണ്ടുകൾ കടിച്ചമർത്തി കിടന്നു. കരയരുത്. എൻ്റെ എല്ലാം നൽകുന്ന ഈ നിമിഷത്തിൽ കരഞ്ഞു പോകരുത്. മനസ്സ് മഞ്ഞിറങ്ങുന്ന മറ്റൊരു താഴ്വരയാണ്. എൻ്റേതു മാത്രം. എന്നിൽ പൂർണ്ണമായും അലിഞ്ഞു ചേരുന്ന ഈ നിമിഷത്തിൽ കരയരുത്. വർഷങ്ങൾക്ക് ശേഷം കണ്ണു തുറന്നപ്പോൾ നനഞ്ഞ ചുണ്ടുകൾ കവിളിലമർത്തി ചോദിച്ചു, വേദനിച്ചോ? ഒന്നും പറയാൻ വയ്യ. കരയാം, ചിരിക്കാം. ശരീരമാകെ നീറുകയായിരുന്നു. എഴുന്നേൽക്കാൻ ഭയം തോന്നി. കണ്ണടച്ചു കിടന്നു. അപ്പോൾ മെയ് മാസത്തിലെ തെളിഞ്ഞ ആകാശത്ത് നക്ഷത്രങ്ങൾ പൂക്കുന്നത് കണ്ടു. അകലത്ത് ആരോ കാറ്റിൽ പറത്തിയ വെള്ളത്തൂവാല പോലെ ഒരു മേഘക്കീറ് പാറിപ്പോകുന്നു. തല പുറത്തേക്ക് ചഴിച്ച് നിലത്ത് കൈകുത്തി റെക്കോർഡ് പ്ലെയർ വീണ്ടും പ്രവർത്തിപ്പിക്കാൻ കട്ടിലിൻ്റെ വക്കിലേക്ക് ചെരിഞ്ഞപ്പോൾ ചൂളിപ്പോയി. കിൽറ്റ് വലിച്ച് ശരീരം മൂടാൻ തുടങ്ങുമ്പോഴാണ് കണ്ടത് ചോരത്തുള്ളികൾ പടർന്ന 3 അടയാളങ്ങൾ. എൻ്റെ സുന്ദരമായ ദിനങ്ങളെയും ഏകാന്തമായ രാത്രികളെയും സംബന്ധിച്ച് സ്ത്രീയുടെ ശബ്ദം പാടിത്തുടങ്ങുന്നു. ചെരിഞ്ഞുകിടന്ന് അയാൾ കൈനീട്ടിയപ്പോൾ നെഞ്ചിൽ നിന്ന് വിയർപ്പ് തുള്ളി ഉരുണ്ടു വീണു. വിമല. തുടിക്കുന്ന കൺപോളകൾ ബലമായി അടച്ചു പിടിച്ചു കിടന്നു. പറയാനുള്ളൊരു മഹാഗ്രന്ഥം മനസ്സിലുണ്ടായിരുന്നു. തൊണ്ട വരണ്ടുപോയിരിക്കുന്നു. ഞാനില്ലാതായിരിക്കുകയാണ്. വിറയ്ക്കുന്ന ചുണ്ടുകളിൽ ശബ്ദം മരവിച്ചു നിന്നു. ശരീരത്തിന് കനമില്ലാതായിരിക്കുന്നു. പാറി നടക്കുകയാണ്. ആകാശച്ചെരിവിലെ മേഘക്കീറ് പോലെ താഴ്വരയിലെ ചുഴലിക്കാറ്റിൽ ആരോ പറത്തിയ വെള്ളത്തൂവാല പോലെ.